നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബെൻസിൽ അടിപൊളി 3 വാഹനങ്ങളുമായിട്ടാണ് നമ്മൾ സെയിലിൽ കൊടുക്കുന്നത്. E250, അതേപോലെ A180, അതേപോലെ വീണ്ടും E250. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റായ അവൻഗാർഡ് വേരിയൻ്റാണ് വരുന്നത് കേട്ടോ. കിനോസിയിലാണ് ഈ 3 വാഹനങ്ങളും കിടക്കുന്നത് കേട്ടോ. അതർ സ്റ്റേറ്റ് വാഹനമാണ്. ഈ 3 വാഹനത്തിനും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകളില്ലാന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കട്ടോ. ഇത് ഏറ്റവും ടോപ്പ് എൻഡായ 2015 മോഡൽ E250 അവൻഗാർഡാണ് വരുന്നത് കേട്ടോ. പനോരമിക് സൺറൂഫ്, അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം തന്നെയാണ്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 1,50,000 കിലോമീറ്ററാണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നത്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കേട്ടോ. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 1,50,000 കിലോമീറ്ററാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല കേട്ടോ. ഈ വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ്. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. ചെറിയ 1-2 മൈന്യൂട്ട് സ്ക്രാച്ച് ഉണ്ട്. അതിന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട്. മേജറായിട്ടുള്ള ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70-80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. E250 ഡീസൽ വേരിയൻ്റാണ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാ ഭാഗങ്ങളും ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷൻ തന്നെ വരുന്നത് കേട്ടോ. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റായ അവൻഗാർഡ് വേരിയൻ്റാണ് വരുന്നത്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോഴേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ്. സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടോ. പനോരമിക് സൺറൂഫാണ് വരുന്നത്. അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് കേട്ടോ. റിയർ AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് നോക്കുമ്പോഴേ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഇതിന്മേ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്, ഫുള്ള് കമ്പനി ഹിസ്റ്ററിയുള്ളൊരു വാഹനം തന്നെ കേട്ടോ ഈ വാഹനം. ഇതിന് ഭാഗത്ത് നോക്കുമ്പോൾ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. 2015 5-ാം മാസം വരുന്നൊരു വാഹനം കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് NOC-യിലാണ്. കേരളത്തിൽ നമ്പറാക്കാം. എക്സ്ട്രാ ടാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അടക്കേണ്ടി വരും. NOC-യിൽ നമുക്ക് 11,70,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, ഇതൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. അത് 2015 മോഡലിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ് വരുന്നത് കേട്ടോ. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. A180-ൽ സൺറൂഫ് ഇല്ലാത്ത ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. തന്നെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങൾ, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 85,000 കിലോമീറ്ററാണ്. ഏകദേശമൊക്കെ ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 40-50% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. മെക്കാനിക്കൽ പരമായിട്ടൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുക. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിന്ന് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. സൈഡ് ബോഡി കാര്യങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ. പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ബ്ലാക്കിൽ ഈ ഒരു വാഹനം പ്രത്യേക ലുക്ക് തന്നെയാണ്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ബാക്ക് സൈഡ് തന്നെയാണ്. A180 ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. ഈ 3 വാഹനങ്ങളും ഡീസൽ ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ. ഈ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ടച്ചപ്പ് നമുക്ക് ചെയ്യാനുണ്ട്. അത് ടച്ച് ചെയ്ത് നമ്മൾ പോളിഷ് ചെയ്ത് തരും കേട്ടോ. അതുപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് A180-ൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ വരിക. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് വൈസും കാര്യങ്ങളാണ്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തുമില്ല കേട്ടോ. മേജർ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊന്നും നിലവിലില്ല. ഈ ഒരു ഓസിൻ്റെ ചെറിയൊരു ഇതുണ്ട്, അത് നമ്മൾ മാറ്റിത്തരും കേട്ടോ. വേറെ മേജറായിട്ടുള്ളൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ഫ്ലഡോ അല്ലെങ്കിൽ അങ്ങനത്തെ തട്ടുമുട്ട് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. ഈ 2015 മോഡൽ A180 നമുക്ക് NOC-യിൽ കൊടുക്കുന്ന പ്രൈസ് 10,70,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. നമ്പർ എക്സ്ട്രാ നിങ്ങളാക്കണം. അതേപോലെ ഒരു E250 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വാഹനം ഇവിടെ ഉണ്ട്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ്. ഓൾ ഒറിജിനൽ വരുന്നൊരു വാഹനമാണ്. ഈ ഒരു
ഹെഡ്ലൈറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. കിലോമീറ്റർ ഓടിയുള്ളത് 92,000 കിലോമീറ്ററാണ്. ഏകദേശമൊക്കെ ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 60-70% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് കേട്ടോ. ഈ വാഹനം കേരളത്തിൽ NOC എടുത്തിട്ട് നമുക്ക് ഫൈനലായിട്ട് 10,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ വരുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ബോഡിൻ്റെ കാര്യത്തിലൊന്നും ടച്ചിങ് കാര്യങ്ങളൊന്നും ബോഡി മെറ്റൽ ബോഡിയും എവിടെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് ഉള്ളത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. അതേ ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ബാക്ക് സീറ്റ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതേപോലെ അതിൻ്റെ ഫ്രണ്ടേജ് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഡാഷ്ബോർഡാണ്. സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏകദേശം ആൾക്കാർക്കൊക്കെ ഐഡിയ ഉണ്ടാവും. ഇതിൻ്റെ സീറ്റ് കവറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. വേറെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. അതേപോലെ അതിൻ്റെ ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിലേ എൻജിൻ്റെ സൈഡിലേക്ക് വരുമ്പം മേജർ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് വരുന്നില്ല. പുതിയ ബാറ്ററിയാണ് വരുന്നത്. ഇൻഷുറൻസും ടൈമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോണറ്റൊക്കെ തുറന്നാൽ ഒരു സ്രാവ് പൊളിച്ചിരിക്കണ പോലെയാണ് കേട്ടോ. അത്രയും ഒരു ഹൈറ്റിലാണ് ഈ ബോണറ്റ് നിൽക്കുന്നത്. അതേപോലെ ഈ വാഹനം 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് നമുക്ക് NOCയിൽ നമുക്ക് 10,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കും. ഈ 3 വാഹനങ്ങളും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലൈൻറ്റുകളില്ലാന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കും. ഈ 3 വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം, നിലമ്പൂർ, കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.